അപ്പൊ തുണിനെ നമ്മൾ ആദ്യം നേരെ സെന്റർ മടക്കി പിടിച്ചു കഴിഞ്ഞാൽ അറ്റം മറ്റേ അറ്റം ഇതുപോലെ തന്നെ നേരെ സെന്റർ മടക്കി പിടിക്കുക. തുണിക്ക് ലെവലെല്ലാം നോക്കിയിട്ടൊന്ന് ലെവലാക്കിയിട്ട് കരഭാഗം രണ്ടും ഒപ്പം വെച്ചിട്ട് ഒരു വശത്തും മറ്റു വശത്തേക്ക് ലെവലാക്കിയിട്ട് നേരെ സെന്റർ മടക്കിയിട്ടിടുക. ഇനി ഇതിനെ 4 ആയിട്ട് മടക്കിയിട്ട് ഇത് അങ്ങനെ ഇട്ടാൽ എളുപ്പമുണ്ട് കട്ട് ചെയ്തെടുക്കാൻ. തുണി മടക്കിയത് എല്ലാവരും കണ്ടെന്ന് തോന്നുന്നു, എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. തുണിനെ ഇങ്ങനെ 4 ആക്കിയിട്ട് മടക്കിയെടുക്കുക. ഫ്രണ്ടൂടെ ഒരുമിച്ച്. ഇനി അടിഭാഗം ഒന്ന് നേരെ ലെവലാക്കി ഒരു വശം ഒന്ന് നേരെ ലെവലാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത് നമ്മളെ ആ 3 കട്ടിങ്ങിന്റെ അളവ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. 5 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. അപ്പൊ 2 ഭാഗം അരച്ചിഞ്ച് തുന്നത്തുമ്പ് പോകുന്നത് കയറ്റിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കയറ്റി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 1/2 ഇഞ്ച് വഴി തുമ്പ് പോകും, 1/2 ഇഞ്ച് വഴി തുമ്പ് പോകുക. തുമ്പൂടെ കൂട്ടിയിട്ട് 5 ഒന്ന് 6 ഇഞ്ച് എടുത്ത് കൊടുക്കുക. എന്നിട്ട് 2 വശം ലോക്ക് ചെയ്ത് കൊടുക്കുക. 6 ഇഞ്ചിൽ ഇങ്ങനെ ഒരു പീസായിട്ട് ഇതിപ്പോ മൊത്തം 4 പീസ് കിട്ടും. അങ്ങനെ 6 ഇഞ്ച് തുണി ഏകദേശം എത്ര കിട്ടും നോക്കുക. ഓവർ പ്ലേറ്റ് ഒന്നും കൊടുക്കേണ്ട, ഒരു മീഡിയം ലെവലിലെ പ്ലേറ്റ്. അതിനുള്ള ഒരു ഏകദേശം ഒരു വെച്ചിട്ട് കുറച്ച് പീസുകൾ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുന്ന പീസുകൾ എല്ലാം ഒരേ അളവിൽ മതി. ഇപ്പൊ നമുക്ക് 2, 4, 6, 8 പീസായിട്ടുണ്ട്. അത് മതിയാവും ഏകദേശം. കാരണം താഴെ നമുക്ക് 2 എണ്ണം 3 എണ്ണം വരും. അതിന്റെ മേലെ 2 എണ്ണം മതി. ഇവിടെ ഒരു 2, 1, 2, 3, 5, 3, 8 കറക്റ്റാണ്. താഴെ 3, അതിന്റെ മേലെ താഴെ 2, 2 മതി. അതിന്റെ മേലോട്ട് അതിലും കുറച്ചുകൂടെ കുറച്ചിട്ട് ഇനി ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്യുമ്പോൾ തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ നേരെ ലെവലായിട്ട് ഇങ്ങനെ ഒരു വില ഇട്ട് കൊടുത്തോളൂ. ഇത് ഓരോന്ന് ഇത് മാർച്ച് ചെയ്തിരിക്കുക. മാർച്ചിൽ കട്ട് ചെയ്തെടുത്താൽ ഇനി കിട്ടൂല ഉണ്ടാവുകയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തുണിയുണ്ട് ഒരു 6 ഇഞ്ച് കൂടി എന്താക്കി എത്തിയിട്ട് ഇങ്ങനെ ഒന്നും കൂടെ 2 പീസ് കൂടി നമ്മൾ എക്സ്ട്രാ കട്ട് ചെയ്തെടുക്കാൻ അളവ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസുകൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പീസ് വരുമ്പോൾ ഒരു കട്ടിങ്ങിൽ 2 എണ്ണം കിട്ടും നമുക്ക്. ഇതുപോലെ പീസുകളും കട്ട് ചെയ്തിട്ടുണ്ട്. 2 പീസ് ആയിട്ടുണ്ട്. ഇതൊരു പീസ് ഇങ്ങനെ 2 പീസ്. ഇത് മൊത്തം ഒരു കട്ടിങ്ങിന് 2 പീസ് വെച്ചിട്ടുണ്ട്. അങ്ങനെ 2, 4, 6, 8, 10 പീസ് ഉണ്ട്. 10 പീസ് ഉണ്ട് കട്ട് ചെയ്തെടുക്കുക. 10 ആവശ്യമില്ലാണെങ്കിൽ ഇന്റർലോക്ക് ചെയ്തെടുക്കാനൊക്കെ കുറച്ച് സമയം എടുക്കും. ഒരു വീഡിയോയിലൂടെ ഞാനതിന് ഇന്റർലോക്ക് ചെയ്തെടുക്കുന്ന കാണിച്ചു തരാം. അപ്പൊ നമുക്ക് കട്ടിങ് അപ്പൊ തൽക്കാലം നമ്മളിത് ഏകദേശം ഒരു 10 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ കട്ടിങ് കഴിഞ്ഞ് ഇനി ഇതിനെ എങ്ങനെ ഇവിടെ ഇന്റർലോക്ക് വരും. ഇവിടെ ഇന്റർലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നിന്റെ മേലെ ഒന്നിനെ വെച്ച് കൊടുത്താൽ 3 ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇനി ഇതിന്റെ മേലെ ബോഡി പാർട്ട് വരുമ്പോ തൂത്ത് കഴിഞ്ഞാൽ ഏകദേശം നമ്മളെ അളവ് കറക്റ്റ് അല്ലേ നോക്കുക. കറക്റ്റാണ്. 25 ഇവിടെ 1/2 ഇഞ്ച് തുമ്പും കഴിച്ചാൽ നമ്മളെ ഫ്രോക്കിന്റെ അളവ് ഏകദേശം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനൊക്കെ ഇന്റർലോക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്തെടുക്കണം. ഇട്ട് കൊടുക്കണം. അപ്പൊ ഇതാ പീസുകൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. കട്ടിങ് ഇത്രയേ ഉള്ളൂ. ഇനി സ്റ്റിച്ചിങ് ആണ്. സ്റ്റിച്ചിങ് കുറച്ച് ടൈമിങ് എടുക്കും. അപ്പൊ കട്ടിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു, മനസ്സിലായെന്ന് തോന്നുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സഹകരിക്കുക. ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കുടുംബ ഫാമിലിക്കും മറ്റൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ സപ്പോർട്ട് ചെയ്യുക, സഹകരിക്കുക. ബൈ.